പരാതിക്കാരി പറഞ്ഞ തീയതികൾ തെറ്റുകയാണ് ഇവിടെ. ആ തീയതിയിൽ, പരാതിക്കാരി പറഞ്ഞ തീയതിയിൽ നിവിൻ പോളി എറണാകുളം ജില്ലയിൽ തന്നെയുണ്ട്. രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തുറ നമ്മുടെ ന്യൂക്ലിയസ് മോളിലെ ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ വിനീത് ശ്രീനിവാസൻ, അരുൺ, ഈ രണ്ട് സംവിധായകരും നിവിൻ പോളി തങ്ങളുടെ ലൊക്കേഷനുകളിൽ ആയിരുന്നു ഈ കുറ്റം ആരോപിക്കപ്പെടുന്ന ദിവസങ്ങളിൽ എന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകാൻ തയ്യാറാണ്. ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ പേരഞ്ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരുമാതിരി 8 നിലയിൽ പൊട്ടിയ പടക്കമായിപ്പോയി ഒരു പരാതി. ഈ പരാതി വ്യാജമാണോ അല്ലയോ എന്നുള്ളതൊക്കെ കോടതി തീരുമാനിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഒരു കോമൺ സെൻസ് വെച്ച് ഈ പരാതി ഉന്നയിച്ച സമയം മുതൽ എല്ലാവർക്കും തോന്നിയൊരു കാര്യമാണ് ഈ പരാതി വ്യാജമാണ് എന്നുള്ളത്. നിവിൻ പോളിക്കെതിരായി വന്ന പരാതി. ഈ പരാതിയെക്കുറിച്ചുള്ള വാർത്ത ഞാൻ കാണുന്നത് എൻ്റെ സുഹൃത്തുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഞങ്ങൾ ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള കാര്യങ്ങൾ. അതിനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ അത്ര വിശ്വസിക്കാവുന്ന പരാതികളല്ല വരുന്നത്, അല്ലെങ്കിൽ ചില പരാതിക്കാരുടെയെങ്കിലും കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ സ്ഥിരമായി കാണുന്ന വാർത്താ ചാനലാണെന്നുണ്ടെങ്കിൽ അവരുടെ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ വരുമല്ലോ. ഫോണിൽ പോപ്പപ്പ് ചെയ്യുന്നു നിവിൻ പോളിക്കെതിരെ പീഡന കേസ്. അത് വായിച്ചതും ഞാൻ പറഞ്ഞ മറുപടി ഇതാണ്, അതിൻ്റെ ഒരു കുറവും കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മറുതലയിലിരിക്കുന്ന കാര്യം മനസ്സിലായി. അയാൾ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിവിൻ പോളിക്കെതിരെ പീഡന കേസ്. ഇനി അത് ആ ഒരു വാർത്തയുടെ കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. കാരണം യുവനടന്മാരെല്ലാം മഹാന്മാരാണെന്ന അർത്ഥത്തിലല്ല, പക്ഷേ കുറെ കൂടി എത്തിക്സ് ഉള്ളവരാണ് യുവനടന്മാരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിവിൻ പോളിയുടെ വാർത്ത കേട്ടപ്പോൾ ഞാൻ പറഞ്ഞത് മിക്കവാറും ഫേക്ക് ആയിരിക്കാനാണ് സാധ്യത. എൻ്റെ സുഹൃത്ത് ചോദിച്ചു, അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ ജഡ്ജ് ചെയ്യാൻ കഴിയും? ഞാൻ പറയാം, എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് ഇതാണ്, ഇതൊരു 2ാം വേവാണ്, സെക്കൻഡ് വേവാണ്. ഈ സെക്കൻഡ് വേവിൽ വരുന്നത് ചിലതൊക്കെ വ്യാജ പരാതികളായിരിക്കും. അതിൽ 2 ഉദ്ദേശമാണ്. ഇതൊക്കെ ഇൻവെസ്റ്റിഗേറ്റീവായിട്ട് പ്രൂവ് ചെയ്ത് ഞാൻ പറയുന്നതല്ല, ഒരു കോമൺ മാൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. 2 ഇൻറ്റൻഷനാണ് ഇതിനകത്തുണ്ടാവാനുള്ള സാധ്യത. ഒന്ന്, സാമ്പത്തികമായിട്ടുള്ള താല്പര്യം. ഈ ഒരു സമയം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാമെന്ന ആഗ്രഹവുമായി വരുന്ന ആളുകൾ. രണ്ടാമത്തേത്, മുന്നേ വന്നിട്ടുള്ള കേസുകളുണ്ടല്ലോ, ആ കേസുകളെ ദുർബലമാക്കാൻ വേണ്ടി വരുന്ന കാര്യങ്ങൾ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 or 2 കേസുകൾ ഫേക്കായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫോൾസ് കേസാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും അവർക്ക് ഈ കേസിൽപ്പെട്ട ആളുകളോട് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു അനുഭാവം തോന്നും. ഈ കേസുകളൊക്കെ ഫേക്ക് ആണല്ലേ, അപ്പോൾ ഇതിനു മുൻപേ വന്നവർക്കെതിരെയും ചിലപ്പോൾ ഫേക്കാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇത്തരത്തിലുള്ള ഫോഴ്സ് കേസുകൾ കഴിയും. ഡേ 1 മുതൽ നിവിൻ പോളിയുടെ ഭാഗത്താണ് ശരിയെന്ന് തോന്നുന്ന പല കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് പത്രസമ്മേളനമാണ്. എന്തായാലും ഞാൻ അതിലേക്ക് പിന്നീട് വരാം. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ പരാതിയുടെ കടയ്ക്കൽ വെട്ടുകിട്ടുന്ന ഒരു പരിപാടിയാണ്. ഈ പെൺകുട്ടി തനിക്ക് പീഡനമുണ്ടായി, ലൈംഗിക പീഡനമുണ്ടായി എന്ന് പരാതി ഉന്നയിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ നിവിൻ പോളി എറണാകുളത്ത് തന്നെയായിരുന്നു തെളിയിക്കുന്ന വാർത്തകളാണ് നമ്മുടെ മുന്നിലെത്തിയിട്ടുള്ളത്. ആദ്യം ഈ പെൺകുട്ടി ഈ തീയതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ നിങ്ങൾ കേട്ടതാണ്. പലതും നമ്മൾക്ക് തന്നെ ദഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. ഈ തീയതിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി പറഞ്ഞ കാര്യം എന്താണെന്ന് ഒന്നുകൂടി കേട്ടു നോക്കാം. അതെ, ഡിസംബർ 17 ഞാൻ നാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് ഡിസംബർ ആദ്യത്തെ ആഴ്ചയാണോ അതോ ഡിസംബർ 17 ചേർന്ന ദിവസങ്ങളിലാണോ? ആ ഒരു 17 ചേർന്ന ദിവസങ്ങളിലാണ്. തീയതികൾ ഓർമ്മിക്കുന്നുണ്ടോ താങ്കൾ? 14, 15, 16 അങ്ങനെ ഉള്ള ആ ദിവസം. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് എഴുതണമെന്നും പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും അങ്ങനെ അതിന്റെ ലാസ്റ്റ് ദിവസങ്ങളിലാണ് ഈ ഫോം ഉണ്ടായത്. ഈ 3 ദിവസം 14, 15, 16 അല്ലെങ്കിൽ 13, 14, 15 ഈ ദിവസങ്ങളിലാണ് താങ്കളുടെ ഫ്ളാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ച് കയറി പീഡിപ്പിച്ചത്. നിവിൻ പോളി 2 ദിവസവും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു? അതെ, ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ പറഞ്ഞ ഡേറ്റ് അനുസരിച്ച് ഒരു 3 ദിവസമാണ്. ഇവർ ഇതിനു മുന്നേ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 ദിവസം ഭക്ഷണം പോലും കൊടുക്കാതെ ശാരീരികമായിട്ടും ലൈംഗികമായിട്ടും പീഡിപ്പിച്ചു. ആ ദിവസങ്ങളിൽ നിവിൻ പോളി അവിടെ ഉണ്ടായിരുന്നു, ഇവർ കണ്ടിരുന്നു നിവിൻ പോളിയെ നേരിട്ട്. അതിനുശേഷം എങ്ങനെയൊക്കെയോ ഭർത്താവിനെ ഇവരെ വയ്യ എന്ന രീതിയിൽ, ഇവർക്ക് ശ്വാസതടസ്സമുണ്ട് എന്ന രീതിയിലൊരു പ്രശ്നം വന്നപ്പോൾ ഭർത്താവ് നാട്ടിലേക്ക് മടങ്ങിപ്പോരുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുത്ത് അയച്ചു കൊടുത്തു. ഇവരെ കസിൻ വന്ന് ഇവരെ കൂട്ടിക്കൊണ്ടുപോയി. കസിൻ വരുന്ന സമയത്ത് ഇവർ അപ്പാർട്ട്മെൻറ്റിലുണ്ട്, അടുത്ത മുറിയിലേക്ക് മാറിയെന്നാണ് ഇവർ പറഞ്ഞത്. അതിനുശേഷം ഇവരെ കസിൻ കൂട്ടിക്കൊണ്ടുവരുന്നു, ഇവർ ട്രാവൽ ചെയ്യുന്നു. 17-ാം തീയതിയാണ് ഇവർ ട്രാവൽ എന്ന് പറയുന്നത്. ഈ വിഷയം പറയുന്ന സമയത്തിന് ഇവർക്ക് ഡേറ്റ് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്തിന് എനിക്ക് തോന്നിയൊരു സംശയമാണ്,
ഇവരെല്ലാം വളരെ സീക്വൻസിലാണ് പറയുന്നത്. അപ്പോൾ ട്രാവൽ ചെയ്ത ദിവസത്തിൻ്റെ 2-3 ദിവസം മുന്നേ ആയിരിക്കണമല്ലോ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അത്ര ഓർത്തിരിക്കാനോ അല്ലെങ്കിൽ മറക്കാനോ കഴിയുന്നൊരു ദിവസമല്ല അത്. ഇനിയിപ്പോൾ പാസ്പോർട്ട് നോക്കി പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കുന്നവർക്ക് അത് വിശ്വസിക്കാൻ പറ്റണ്ടേ? കാരണം ഈ പരാതി കൊടുത്തിരിക്കുന്നത് ആദ്യമായിട്ടല്ല. ഇവർ ആദ്യം ഒരു പരാതി 1 മാസം മുന്നേ കൊടുത്തിരുന്നു, ഇവരെ ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. ആ പരാതി കൊടുക്കുന്ന സമയത്ത് എന്തായാലും ഡേറ്റ്സ് ചോദിക്കില്ലേ? സ്വാഭാവികമായിട്ടും ചോദിക്കും. അന്നേരം ഇവർ ഈ പാസ്പോർട്ടിൽ ട്രാവൽ ചെയ്ത കാര്യങ്ങളൊക്കെ പറയില്ലേ? അതെന്തായാലും പറയും. അപ്പോൾ ഇവർ ആദ്യമേ തന്നെ പറയുന്ന കാര്യത്തിലൊക്കെ ഒരുപാട് അവ്യക്തതകളുണ്ട്, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. ഇവരിന് യഥാർത്ഥത്തിൽ തന്നെ ഇങ്ങനൊരു അനുഭവം അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഇവർക്ക് നീതി കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. യഥാർത്ഥത്തിൽ ഇവർക്ക് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീതി കിട്ടാൻ വളരെ പ്രശ്നമായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കേസുകളിൽ ഒരാൾ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്ന പ്രധാന വഴിയെന്ന് പറയുന്നത് ക്രോസ് സെക്ഷനിൽ, അതായത് ഇവർ പറഞ്ഞ മൊഴികളൊക്കെ ക്രോസ് വിസ്താരം ചെയ്യുമല്ലോ, ആ സമയത്ത് മൊഴികളിൽ വരുന്ന വൈരുദ്ധ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഒരാൾ നിരപരാധിയാണെന്ന് തെളിയിച്ചെടുക്കുന്നത്. ഇനി അഥവാ കുറ്റവാളിയാണെങ്കിൽ തന്നെ നിരപരാധിയാണെന്ന് തെളിയിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ്. അത്തരം സാഹചര്യത്തിൽ വളരെ കോൺട്രഡിക്റ്റിംഗ് ആയ കാര്യങ്ങളാണ് ഈ പെണ്ണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാമല്ലോ. ഇനിയിപ്പോൾ ഈ സംഭവം അവർക്ക് മാനസികമായ ആഘാതങ്ങൾ വല്ലതും ഏൽപ്പിച്ചത് കൊണ്ടായിരിക്കുമോ ഇവരിങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരിക്കലും കൂടിച്ചേരാത്ത കാര്യങ്ങൾ പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവർ പറഞ്ഞ ഡേറ്റ് ഇതാണ്. പക്ഷേ ആ പറഞ്ഞ ഡേറ്റിൽ ഇവർക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. വ്യക്തമായ തെളിവോടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും നിവിൻ പോളിയുടെ സുഹൃത്തും സിനിമാ സംവിധായകനും നടനുമൊക്കെയായ വിനീത് ശ്രീനിവാസൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതെ, ഡിസംബർ 14 രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഡിസംബർ 14 തൊട്ട് നിവിൻ അവിടെ ഉണ്ട്. ഏത് ലൊക്കേഷനിൽ അവിടെ ഉണ്ട്. 17-ാം തീയതിയാണ് ട്രാവൽ ചെയ്തത്. അപ്പോൾ അതിന് മുന്നേയുള്ള 3 ദിവസം കൂട്ടിയാൽ 14, 15, 16, 17-ാം തീയതി ട്രാവൽ ചെയ്ത്. സാധാരണ ഇതിൽ 17 കൂടി കൂട്ടേണ്ടതാണ്. ഇന്നത് കൂട്ടാതെ വിട്ടാലും 14, 15, 16, 14-ാം തീയതി നിവിൻ ഇവിടെയുണ്ട്, എറണാകുളത്തുണ്ട്, ഷൂട്ടിംഗ് സെറ്റിലുണ്ട്. അതിരാവിലെ ഷൂട്ടിംഗ് ആരംഭിച്ചു. അവർ എന്ത് ചെയ്യും മല്ലയ്യ? അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തുറ നമ്മുടെ ന്യൂക്ലിയസ് മോളില്ലേ, ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത്. ഒരു 8 മണി, ഞങ്ങളൊരു 7-7:15 ആയപ്പോഴേക്കും ക്രൂ അസംബിൾ ചെയ്ത് 8 മണിയോട് കൂടിയിട്ട് നിവിൻ വന്ന് 8:30 ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങിയെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷത്തില് ലാസ്റ്റ് നിവിൻ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ, ക്രൗഡായിട്ട് അഭിനയിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കേടും ഉണ്ടാവില്ല. ആ പെൺകുട്ടി കൃത്യമായിട്ടൊരു ഡേറ്റ് അവരുടെ മൊഴിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി പറയാൻ പറ്റുന്ന ഒരു എസ്കേപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഈ ഡേറ്റ് പുറത്തായല്ലോ, ഇനിയിപ്പോൾ ഏതെങ്കിലും കാരണം കൊണ്ട് നിവിൻ ഇതിൽ തിരിച്ചപ്പെടാനൊരു സാഹചര്യം എന്ന് പറയുന്നത് FIR ഡേറ്റ് കുറേ കൂടി മുന്നോട്ടാണെന്നുണ്ടെങ്കിൽ, അതായത് 12, 13, 14 അല്ലെങ്കിൽ 11, 12, 13 തീയതികളിലാണ് എന്ന് പറഞ്ഞാൽ മാത്രമാണ്. പക്ഷേ ഇവരുടെ മൊഴി അനുസരിച്ച് അത് വീണ്ടും കോൺട്രഡിക്റ്റിംഗ് ആകും. കാരണം 14, 15, 16 3 ദിവസം പീഡിപ്പിച്ച് അടുത്ത ദിവസം കസിൻ ടിക്കറ്റുമായിട്ട് വന്ന് ഇവർ അവിടെ നിന്ന് പോകുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ബാക്കിലേക്ക് ഡേറ്റ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിവിൻ ഇനി പ്രൂവ് ചെയ്യേണ്ടി വരുള്ളൂ. അല്ലെങ്കിൽ ഈ വിനീത് ശ്രീനിവാസൻ പറഞ്ഞതുപോലെ ഇതിനേക്കാൾ വലിയ തെളിവ് അവിടെയുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതൊക്കെ ഡിജിറ്റൽ തെളിവുകളാണ്. ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടാകും, ഫോട്ടോ എടുത്തവരുണ്ടാകും, അവിടെ സെൽഫി എടുത്തവരുണ്ടാകും, വലിയൊരു ക്രൗഡല്ല വന്നിരിക്കുന്നത്. ക്രൗൺ പ്ലാസയിൽ താമസിച്ചതിൻ്റെ രേഖകളുണ്ട്, എടുത്തിരിക്കുന്ന ക്യാമറയിൽ, മൊബൈൽ ഫോൺ എടുത്ത ചിത്രങ്ങളിലൊക്കെ അതിൻ്റെ ഡിജിറ്റൽ ഫോറൻസിക് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സമയത്ത് എപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ഫോട്ടോ എടുത്തത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡിജിറ്റൽ ഫോറൻസിക്കിൽ ലഭിക്കും. ഷൂട്ടിംഗ് സെറ്റിലുണ്ടായിരുന്നു, ഈ മോളിലുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ ഡിജിറ്റൽ തെളിവുകളുണ്ട്. അവിടുത്തെ CCTV ദൃശ്യങ്ങളുണ്ട്. അവിടെ വന്ന എത്ര ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്. ഈ പറയുന്ന സിനിമ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ നിവിൻ സിനിമ കാണാൻ വരുന്ന രംഗമാണ്. ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നെന്ന് വിനീത് പറയുന്നുണ്ട്. ഈ ജൂനിയർ ആർട്ടിസ്റ്റിനെ കോർഡിനേറ്റ് ചെയ്തവരുണ്ടാവും, ക്രൂസ് ഉണ്ടാവും. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2:30-3 മണി വരെയും ഈ മോളിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ ഇനി പറന്നു പോയിട്ട് വേണം ദുബായ് ചെന്ന് ബാക്കിയുള്ള കാര്യം ചെയ്യാനായിട്ട്. ഞാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് പുറത്ത് വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവിൻ ആ മൈക്കിൽ സംസാരിക്കുന്ന പോർഷനൊക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത്.
അപ്പോൾ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2:30-3 മണി വരെ നമ്മളവിടെ ഷൂട്ട് ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ. ഉറപ്പായിട്ടും ആ ഒരു സമയമായിട്ടുണ്ട്, കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രൗൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ക്രൗൺ Same പ്ലാസയിലേക്ക് day. സെയിം ഡേ, അതായത് രാവിലെ തുടങ്ങിയ ഷൂട്ട് 2:30 വരെയും ന്യൂക്ലിയസ് മോളിലുണ്ടായിരുന്നു, തിയേറ്ററിനകത്ത് പിന്നെ പുറത്തിട്ട സ്റ്റേജിലുമായി. പിന്നീട് അവർ ക്രൗൺ പ്ലാസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഒന്ന് ഈ തിയേറ്റർ ഉപയോഗിച്ചതിന് തെളിവുണ്ടാകും. നേരത്തെ പറഞ്ഞാൽ അവിടുത്തെ CCTV ദൃശ്യങ്ങൾ, ഈ വന്ന ആളുകൾ വലിയ ലാർജ് ഓഡിയൻസ് അല്ലേ വന്ന് കണ്ടിരിക്കുന്നത് അവിടെ. ഈ സ്റ്റേജിൽ നിവിൻ പോളിൽ നിന്ന് സംസാരിക്കുന്ന ഷൂട്ട് ഒരുപക്ഷെ ക്രൂവില്ലാത്ത ആൾക്കാരെ വരെ കണ്ടിട്ടുണ്ടാവും. ഇനി എന്തുകൊണ്ടാണ് ഇവർ തെളിയിച്ച് രക്ഷപ്പെടാൻ പോണെന്നറിയില്ല. ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, ഇതൊരു ലൂസ് സ്കെഡ്യൂൾ ആയിരുന്നില്ല എന്നുള്ളതാണ്. ഫാർമ എന്ന വെബ് സീരീസിന് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പം അതിനിടയിൽ വളരെ സ്ക്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടൈം ലൈനാണ് വർഷങ്ങൾക്ക് ശേഷം ടീമിന് ലഭിച്ചത്. അപ്പം ഇത് കഴിഞ്ഞാൽ അദ്ദേഹം ഓടി ഫാർമസിറ്റിയിലേക്കും പോയിട്ടുണ്ട്. ഇതിനിടയിൽ എപ്പോഴാണ് ദുബായിക്ക് പോയെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. സെയിം ഡേ. കാരണം എനിക്ക് നിവിൻ ഈ ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്നതിന്റെ ഇടയിൽ സ്ക്വീസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ് തന്നത്. അപ്പൊ എനിക്ക് 4 ദിവസമേ നിവിന്റെ ഉണ്ടായിരുന്നുള്ളൂ. ആ 4 ദിവസം കൊണ്ട് നോക്കേണ്ടതാണ്. അപ്പൊ നിവിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ സ്ട്രേറ്റ് കോർഡിനേറ്റ് ചെയ്ത് ഡിസംബർ. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയുള്ള. കാരണം നിവിന്റെ ഡേറ്റ്സ് മൊത്തം കൺട്രോളർ അല്ല സംസാരിച്ചത്, ഞാൻ തന്നെ സംസാരിച്ചത്. ഡിസംബർ 1, 2, 3 നിവിൻ മൂന്നാർ നമ്മുടെ കൂടെ ഷൂട്ടിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 14 ജോയിൻ ചെയ്തത്. 14, 15, 16 ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. 14 തൊട്ട് 15 വെളുക്കുന്ന വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു. 15 രാവിലെ എനിക്ക് 15 വെളുപ്പിന് സമയം ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് സമയം കിട്ടും. എൻ്റെ ഒരു ഓർമ്മ ഒരു 2:30 മണി 2:45 വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും നിവിനും ഭഗത്തും ഞങ്ങൾ മലർവാടിയിലുള്ള പഴയ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിട്ട് ഒക്കെയാണ് പിരിഞ്ഞത്. അപ്പൊ നിവിൻ പോകുമ്പോ എന്തായാലും ഒരു 3-3:15 ആയിട്ടുണ്ടോ ക്രൗൺ പ്ലാസയിൽ നിന്ന് പോകുമ്പോ. അപ്പൊ എന്റെ അടുത്ത് അന്ന് പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ ഫാർമ എന്ന് പറഞ്ഞ അവന്റെ ഒരു വെബ് സീരീസിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട്, അപ്പൊ അതിന് പോയി ജോയിൻ ചെയ്യാണെന്ന് പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മയുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ രേഖകൾ ക്രൗൺ പ്ലാസയിലും ഉണ്ടാവും, അവിടെയുള്ള CCTVയിലും ഈ ദൃശ്യങ്ങളുണ്ടാവും. ഇവരവിടെ ഉണ്ടായിരുന്നത്, ഭഗത്ത് ഉണ്ടായിരുന്നെന്ന് പറയുന്നു. അപ്പോൾ നിവിൻ പോളി അവിടെ ഉണ്ട് എന്നുള്ളതിന് ഇനിയിപ്പോൾ വേണേൽ സാക്ഷി പറയാനായിട്ട് ഭഗത്തും വരും. അപ്പോൾ ഈ കേസ് ഫ്രെയിം ചെയ്തെടുത്തതിൽ ഒരു കാര്യമായ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അത് ഏത് പൊട്ടനാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. അടക്കം ഇപ്പോൾ നമ്മൾ പുറത്തുവിടുകയാണ്. 15-ാം തീയതി രാവിലെ മുതൽ ആലുവയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു നിവിൻ പോളി. അത് ഫാർമ എന്ന വെബ് സീരീസിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനായിരുന്നു. അവിടെ 2 ദിവസവും നിവിൻ പോളി ഉണ്ടായിരുന്നുവെന്ന് വെബ് സീരീസിന്റെ സംവിധായകനായ അരുൺ വ്യക്തമാക്കുകയാണ്. അപ്പോൾ വിനീത് ശ്രീനിവാസൻ, അരുൺ, ഈ 2 സംവിധായകരും നിവിൻ പോളി തങ്ങളുടെ ലൊക്കേഷനുകളിൽ ആയിരുന്നു ഈ കുറ്റം ആരോപിക്കപ്പെടുന്ന ദിവസങ്ങളിൽ എന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകാൻ തയ്യാറാണ്. 14-ാം തീയതി ഷൂട്ട് ആരംഭിച്ചു, അവിടെയുണ്ട്. 15-ാം തീയതി അതിരാവിലെയാണ് നിവിൻ പോളി പോകുന്നത്. അദ്ദേഹം പിന്നീട് ഫാർമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ട് 16-ാം തീയതി. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ കേസ് ഫ്രെയിം ചെയ്തത് ഒന്നല്ലെങ്കിൽ വലിയ പൊട്ടനായിരിക്കും. ഇത് അല്ല എങ്കിൽ എൻ്റെ ശക്തമായ ചിന്ത ഇപ്പോഴും ഈ കേസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനു മുന്നേയുള്ള കേസുകളെ ദുർബലപ്പെടുത്താനാണ് എന്ന് തന്നെയാണ്. ഒരാൾക്കെതിരെ വ്യാജ പരാതി വന്നാൽ മതി. ഞാൻ ഇപ്പം മാത്രമല്ല, ഇതിനു മുന്നേ AMMയുടെ രാജി സംഭവിച്ച കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്കെതിരെ ഫേക്ക് ആരോപണം വന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മതി, ബാക്കിയുള്ളവർക്ക് അതിൻ്റെ ലൂപ്പ് ഹോളിൽ കൂടി കടന്നു പോയിക്കളയും. കടന്നു പോകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് പോയിക്കൊണ്ടേയിരിക്കും, കേസും കോടതിയൊക്കെ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾക്ക് ശരിക്കും ഈ വിഷയത്തിൽ പെട്ടുപോയ ഇരകളോട് തോന്നിയ ആ അനുഭാവം മെല്ലെ തിരിഞ്ഞ് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടവരിലേക്ക് മാറും. അങ്ങനെ ഒരു ഷിഫ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയ ഫാബ്രിക്കേറ്റ് ചെയ്തൊരു സംഭവമാണോ എന്നാണ് ഞാനിപ്പോൾ സംശയിക്കുന്നത്. അല്ലാതെ ഇത്രയും വലിയ പൊട്ടത്തരമൊന്നും ആരും കാണിക്കില്ല. പ്രത്യേകിച്ച് ഇതിപ്പോൾ നാട്ടിൽ തന്നെ 2 സ്ഥലത്താണെങ്കിൽ പിന്നെയും പറയാം, വല്ല കാറിനോ ബൈക്കിനോ പോയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നിവിൻ പോളിയുടെ ട്രാവൽ ഡോക്യുമെൻ്റ് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമില്ലേ ഉള്ളൂ. ഇവർ ഈ പറയുന്ന ദിവസം നിവിൻ പോളി ദുബായിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അയാളുടെ പാസ്പോർട്ടിൽ ഇവിടെ നിന്ന് അങ്ങോട്ടും കൂടെ പോകുമ്പോൾ പണ്ട് ഹലോ എന്ന സിനിമയിൽ അതിൽ നായകൻ പറയുന്നത് പോലെ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ കുത്തണതിനകത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും അവിടെ ഫ്ലൈറ്റിൽ ചെന്ന് ഇറങ്ങുമ്പോഴും ഫ്ലൈറ്റിൽ നിന്ന് അവിടെ നിന്ന് തിരിച്ചു കയറുമ്പോഴും ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴും ഒക്കെ ഈ പാസ്പോർട്ട് എന്ന് പറഞ്ഞ സംഭവത്തിൽ സ്റ്റാമ്പ് അടിച്ചു വെക്കുന്നുണ്ടല്ലോ എപ്പോഴാണ് ട്രാവൽ ചെയ്തതെന്നുള്ളത്. ആ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തവരുടെ ഇൻഫർമേഷൻ ഉണ്ടാവില്ലേ?
പത്തേമാര് പിടിച്ചൊന്നുമല്ലല്ലോ പോയിരിക്കുന്നത്. അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഗഫൂർ ഖദോസിന്റെ കാലിഫോർണിയക്ക് പോകുന്ന ലോഞ്ചിലൊന്നും കയറിയല്ലല്ലോ ദുബായിക്ക് ഇപ്പോൾ ആൾക്കാർ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ സാധ്യതയുള്ളൊരു കേസുമായിട്ട് നിവിൻ പോളിക്കെതിരെ ഇവർ വരുന്നുണ്ടെങ്കിൽ അത് സാമ്പത്തിക താല്പര്യത്തെക്കാൾ കൂടുതൽ ഞാൻ സംശയിക്കുന്നത് മുന്നേയുള്ള ഈ പ്രമുഖർക്കെതിരെയുള്ള കേസിനെ ദുർബലപ്പെടുത്താനുള്ള ഒരു പൊറാട്ട് നാടകമായിട്ടാണ്. എന്തൊക്കെയായാലും അടപടലം മുഖമായി, അടപടലം തമിഴിൽ പറഞ്ഞാൽ മുഖമായി എന്ന് വേണേൽ പറയാം. അതാണ് ഇപ്പോൾ ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു വിക്ടിമിനെതിരെ ഒരു കാര്യം മോശമായി സംസാരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ റിയാക്ട് ചെയ്യാതിരുന്നത്. ഇവർ പലപ്പോഴും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത്രയധികം കോൺട്രഡിക്ഷൻ ഉണ്ടായിട്ട് കൂടി ആ വിഷയത്തിൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാതിരിക്കാനുള്ള കാരണം ഒരു വിക്ടിമിനെതിരെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ പരാതിക്കാരി കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന ദിവസം തന്നെ അടപടലം പൊട്ടിപ്പാളിസായ സ്ഥിതിക്ക് ദയവ് ചെയ്ത് ഈ ഫോൾസ് കേസുമായിട്ട് വരുന്നവരോട് പറയാനുള്ളൊരു കാര്യമേ ഉള്ളൂ. അത് ഫോൾസ് കേസാണ് എങ്കിൽ നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്ന ഈ പരാതിക്കാരിയോട് കൂടി എനിക്ക് പറയാനുള്ളത്, കുറേയധികം പെൺകുട്ടികൾ ലൈംഗികപരമായി ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുള്ള സമയമാണിത്. അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ, ആ നീതിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവരുടെ മനോവീര്യം കെടുത്തുന്നതിന് വേണ്ടി ഇതുപോലുള്ള സംഗതികളുമായി മേലാൽ ഈ വഴിക്ക് വന്നു പോകരുത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കെന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത്? അത് കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.